അപ്പോൾ മുടി തന്നെയാണ് പെണ്ണിൻ്റെ അഴക്. അപ്പോൾ എന്തായാലും മുടി നമുക്ക് നീട്ടാൻ കഴിയണത്തോളം നീട്ടി വെക്കലാണ് കേട്ടോ എല്ലാവരും പതിവ്. അപ്പോൾ ചിലോല മുടി എന്താ അറിയോ, എന്തൊക്കെ തേച്ചാലും മുടി വലുതാവൂല. അപ്പോൾ അങ്ങനെ മുടി വലുതാവാതെ വിഷമിക്കുന്ന ആളുകളും ഇനിയിപ്പോൾ മുടി പൊട്ടിപ്പോകുന്ന ആളുകളും ചിലോല മുടി ഇങ്ങനെ തുഞ്ചും പൊട്ടി പൊട്ടി മുറിഞ്ഞു പോവല്ലോ, പിന്നെ ഇങ്ങനെ ഊരുക, ഉള്ളില്ലാതെക്കുക, നിറമില്ലാതെക്കുക, അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിര വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെമ്പരത്തിൻ്റെ പൂവ് വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരെന്ന് പറഞ്ഞാൽ ഇതിന് തീ കത്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷാമ്പൂന്നോ അതല്ലെങ്കിൽ താളീന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചിട്ട് നമുക്കതിൻ്റെ പാലൊന്ന് എടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്, നിങ്ങൾ എന്തായാലും അത് ചെയ്യണം കേട്ടോ. ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ എടുത്ത തേങ്ങൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ മതിയാവും. നമ്മുടെ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഒറ്റ സമയത്ത് ഒറ്റ വട്ടം തേക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാഴ്ചയോളം ഒരു 6-7 ദിവസം വരെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടി വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിക്കണേ. ലേശം വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചിക്കണത്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ പാല് മുഴുവനും എടുക്കണ്ടേ. അപ്പോൾ പാല് മുഴുവനും എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, 2 പ്രാവശ്യം നമുക്കിതൊന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് അടിക്കണം. അപ്പോഴൊക്കെ നമുക്ക് വെള്ളത്തിന് ആവശ്യം വരും, തേങ്ങാപ്പാൽ കൂടുകയും ചെയ്യും. അപ്പോൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നല്ലോണം അടിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബൗളെടുത്തിട്ട് അതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതുപോലുള്ള അരിപ്പ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ചായ അരിക്കണ കണ്ണി തീരെ അടുപ്പുള്ള അരിപ്പെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതിയാവും. ഇനി ജ്യൂസ് അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഏതായാലും ഞാൻ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സഡ് ജാറ് ലേശം വെള്ളം ഒഴിച്ചിട്ട് മൂടിയും ജാറൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് ഈ ഒരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പാലൊക്കെ മുഴുവനായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒന്നും കൂടെ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുമ്പോഴാണ് ഇത് മുഴുവനും പോരട്ടോ. അതല്ല നിങ്ങൾ ആദ്യം അരച്ചെടുത്ത് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ചണ്ടിയിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരുമല്ലോ. അപ്പോൾ തേങ്ങൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല കട്ടിയുള്ള പാലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയൊക്കെ തന്നെയാണ്. ഈ ഒരു തേങ്ങാപ്പാൽ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അപ്ലൈ ചെയ്താൽ തന്നെ മുടി പെട്ടെന്ന് വളരും. പക്ഷേ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ തലക്കും തലയോട്ടിക്കും മുടിക്കും ഒക്കെ കിട്ടണം. അതുപോലെ തന്നെ കണ്ണിന് കുളിർമയും രാത്രിയിൽ ഉറക്കും ഒക്കെ വരട്ടെ നമുക്കിത് ഇട്ടിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തേക്കേണ്ട രീതിയും അതുപോലെ തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ തീ കത്തിച്ചിട്ട് ഉണ്ടാക്കാനോ ഒന്നും നിൽക്കേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടത്. അപ്പോൾ മുടിയിൽ പലതും ചെയ്തിട്ട് ഒന്നും ക്ലിയർ ആയില്ല എന്ന് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ എല്ലാവരുടെ തൊടുവിലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ചെമ്പരത്തി. ഇനിയിപ്പോൾ ചെമ്പരത്തി പൂവില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. ചെമ്പരത്തിൻ്റെ ഇല ആയാലും മതിയാവും. പക്ഷെ ചെമ്പരത്തി പൂവാകുമ്പോൾ എന്താ പറയുക, നമ്മളെ തലേൻ്റെ മുടി ചിലവർക്ക് ശരിക്കും ഒരു കളറില്ലാത്ത മുടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം ബ്ലാക്ക് കളറായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ലോണം മിനുസം, നല്ല മഴം, ചില മുടി നല്ല ഒരായിരിക്കും അല്ലേ, അപ്പം നല്ല മഴത്തോടു കൂടി ഉള്ള മുടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ ചില ആളുകൾക്ക് ചുരുണ്ട് കൂടിയ മുടി ഉണ്ടാവും. ചുരുണ്ട് കൂടിയ മുടി നേർന്ന് കിട്ടാനും ഒക്കെ ഈ ഒരു ചെമ്പരത്തി ഇലയായാലും ചെമ്പരത്തി പൂവായാലൊക്കെ സഹായിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ചെമ്പരത്തിൻ്റെ പൂവ് മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ഏത് ചെമ്പരത്തിമേലും പൂവിടുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ ഒരു സമയത്തൊക്കെ വെറുതെ നമ്മൾ പറമ്പിലൊക്കെ ഉള്ള ചെമ്പരത്തി പൂവിടും, വൈകുന്നേരം ആയാൽ അത് വാടി പോവും, എന്നിട്ട് കൊഴിയും ഒക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും ഇത് കളയണ്ട കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാണെങ്കിലും ചെമ്പരത്തിൻ്റെ പൂവ് ഒന്നിട്ട് വെള്ളം തിളപ്പിച്ചാൽ വെള്ളം മാത്രം തലയിൽ സ്പ്രേ ചെയ്താലും നമ്മളെ മുടിക്ക് നല്ല ഗുണം കിട്ടും.
അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരുപാട് ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട്, പക്ഷെ അത് മുഴുവനും എടുക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെമ്പരത്തി പൂവ് എടുത്തത് എത്ര വെച്ചാൽ ഒരു 4-5 പൂവാണ്. ഇനിയിപ്പോൾ ഈ ഒരു പൂവ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങ ചിരകാനും പാല് പിയാനൊക്കെ മടിയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പിഴിഞ്ഞിട്ട്, എപ്പോഴും ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, കാരണം തേങ്ങാപ്പാൽ പിഴിയാന്ന് പറഞ്ഞാൽ അതിന് മിക്സഡ് ജാറ് ഇതാക്കണം, പിന്നെ അത് അരിപ്പിയിലിട്ട് പിഴിഞ്ഞ് 2-3 പാത്രമൊക്കെ ആകുമ്പോൾ കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് വെക്കുന്ന ട്രേ അല്ലേ ഫ്രീസറിൽ, ആ ഒരു ട്രേയിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചാൽ ഓരോ ക്യൂബ്സ് എടുത്തിട്ട് നമുക്കിത് പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ ചുവട്ടിലുണ്ടാവില്ല ഒരു പച്ച കളറുള്ള ആ ഒരു എന്താണ്, അതും ഒക്കെ മുറിച്ചിട്ട് അതൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചെമ്പരത്തിൻ്റെ ഏത് ഭാഗം ഇല ആയാലും ഇനിയിപ്പോൾ അതുപോലെ തന്നെ പൂവിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, കതിർ പോന്നിട്ടുള്ള ആ ഒരു സംഭവം, അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന ആ ഒരു 3-4 ഇതളായിട്ടുള്ളത് ഒക്കെ നമുക്ക് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു മിക്സിഡ് ജാറിലേക്ക് കുറച്ച് ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഈ ഒരു പാലിൽ വെച്ചിട്ടാണ് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണത്. ഋതുവിന് എന്താ പറയുക, ഓക്കിപ്പോൾ ഒന്നും സ്കൂളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം മുടി വലുതാവാൻ വേണ്ടി പറ്റുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അവൾക്ക് മുടി വലുതാവുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അതിന് എന്ത് തന്നെയാണെങ്കിലും നാളെ ആര്യപ്പൂണ്ട് ഉണ്ടാക്കിയിട്ട്, അത് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ആര്യപ്പൂണ്ട് ഇതുപോലൊരു ഇതുണ്ടാക്കിയിട്ട് പാക്ക് ഉണ്ടാക്കിയിട്ട് ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ നല്ല കയ്പ്പ്, വായിക്ക് ഒരു തുള്ളി ഇങ്ങോട്ട് ഇറ്റിയപ്പോൾ ആയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട, വേഗം മുടി കഴുകി കളയാറുമ്പോൾ വേണ്ട വെച്ച് നല്ലോണം അവിടെ നിൽക്കട്ടെ, മുടി വലുതാവാനല്ലേ എന്ന് പറഞ്ഞാൽ അത്രക്കുമാണ് മുടി വലുതാവാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കാരും വലിയവർക്കാരും നല്ല ഇഷ്ടം തന്നെയാണ് മുടി വലുതാണത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അധികം പെൺകുട്ടികളും എത്രയൊക്കെ വളരുന്ന മുടിയുള്ളവരും എന്ത് ചെയ്യും, ചിലവരൊക്കെ ഇത് മുഴുവനും വെട്ടിക്കളയണുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളെന്നെ മുടി മുഴുവനായിട്ടും വെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫ്രണ്ടിന് ഒരുപാട് മുടി, അതെന്തോ മോഡലൊക്കെ ആക്കി, ഇങ്ങനെ എന്തോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മോഡലൊക്കെ ആക്കിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനാലോ, എന്താണ് എനിക്ക് മുടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാണെന്ന് പറഞ്ഞ്. അപ്പം എന്താ പറയുക, എത്ര വലിയ മോഡലിസ്റ്റുകളാണെങ്കിലും മുടി ഒരു ഊക്കതിനെക്കാണ്ട് വെട്ടിയാലും പിന്നീട് എന്തായാലും ഖേദിക്കും. കാരണം മുടി അതൊരു ഗമ വേറെ തന്നെയാണ്, കുറച്ച് തോനെ മുടി ഉണ്ടാവണത്. ഇനിയിപ്പോൾ ഉള്ള മുടി ഇപ്പോൾ കുറേ നീളമില്ലെങ്കിലും ഉള്ള മുടി നല്ല ഉള്ളോട് കൂടി കറുപ്പോട് കൂടി നിരക്കാതെ ഊരാതെ അങ്ങനെയൊക്കെ അതെങ്കിലും കിട്ടിയെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്നും സാധാരണ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഇനിയിപ്പോൾ ഏത് വെളിച്ചെണ്ണ ഇട്ടാലും കുളിക്കണ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇതുപോലുള്ള നമ്മളെ വീട്ടിൽ നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അടുക്കളൻ്റെ ചുറ്റോടിറ്റും തൊടുവിലുണ്ടാകണാണല്ലോ. അപ്പോൾ ഇത് കളയാതിരിക്കുക. ഇനിയിപ്പോൾ ചെമ്പരത്തിൻ്റെ ഇല മാത്രമായാലും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മുടി നല്ലോണം വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അലോവേര. അലോവേര എന്ന് പറഞ്ഞാൽ നമ്മൾ കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴ നിങ്ങളെടുത്ത് ചെടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലീഫ് വന്ന് എടുത്തിട്ട് ചെറിയൊരു കഷ്ണം നമ്മൾ ഈ ഒരു ചെമ്പരത്തി അരച്ചലോ പൂവ് അരച്ചലോ ആ ഒരു സമയത്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ എടുക്കണമെന്ന് വെച്ചാൽ ലീഫൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് കട്ട് ചെയ്യാൻ എടുക്കാനൊന്നും പോയിട്ടില്ല. കാരണം അത് നമ്മൾ എടുത്താൽ തന്നെ കുറച്ച് സമയം കുത്തി വെക്കുകയൊക്കെ വേണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മഞ്ഞ ജെല്ലുണ്ടല്ലോ, ഒരു ആ കറല്ല, ഒരു ജെല്ലാണ്. പക്ഷെ ആ ജെല്ല് മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് തന്നെ അത് ചൊറിയും ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിൽ നമ്മൾ കുത്തിയൊക്കെ നിൽക്കണം. അപ്പം അതിനൊന്നും ടൈമില്ല. എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയൊക്കെ ഉണ്ട്. പിന്നെയാണ് ഇത് വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് 2 മണിയാകുമ്പോഴത്തേന് എത്തിക്കും വേണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിൽ ഞാനത് കട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ, അലോവേരൻ്റെ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള അലോവേരൻ്റെ ജെല്ലിനെ എടുക്കുകയാണ്. ജെല്ലാക്കി എടുക്കൊന്നും വേണ്ട, ആ ഒരു തോലോട് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ 2 സൈഡിലുള്ള മുള്ളും ഒന്ന് കട്ട് ചെയ്യുക.
എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് ഈ ഒരു ചെമ്പരത്തിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്താൽ മതി. പക്ഷേ എന്താണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് അത്ര അങ്ങോട്ട് നല്ലതാണ്, ഒരു 100% നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അതിലെന്തെങ്കിലും കൂട്ടൊക്കെ ഉണ്ടാവും. കാരണം അത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. എന്നാലും തൊടുവിൽ ഇല്ല, മുറ്റത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കുക തന്നെ. ഏതായാലും അലോവേര ജെല്ലല്ലേ, ആ ഒരു സമാധാനത്തിൽ നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ മനസ്സിലാണല്ലോ കുറേയൊക്കെ അത് അലോവേര ജെല്ലാന്ന് കരുതിയാൽ തന്നെ നമുക്കത് അതിൻ്റെ ഒരു ഗുണം കിട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മുടി വളരണമെന്നൊക്കെ നല്ല ആഗ്രഹമാണ് എല്ലാവർക്കും. മുടി കറക്കണമെന്നും മുടി നല്ല നീളം വേണമെന്നും ഉള്ളു വേണമെന്നും പിന്നെ ഒരു കുറച്ച് മുടിയൊക്കെ ഊരി പോരുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെ വീടിൻ്റെ തൊടുവിലും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ഉള്ള ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് ഒരുപാട് പൈസൻ്റെ ഹെയർ ഓയിലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ പിന്നെ ഉണ്ടല്ലോ, എന്താണ് വേറെ ഒരു ഓയിൽ പെട്ടെന്ന് മുടി വളരുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിലൻ്റെ, അതൊക്കെ വാങ്ങി തേച്ചാലും ഈ ഒരു ഗുണം കിട്ടൂല കേട്ടോ. അതൊക്കെ അപ്പം നമുക്ക് കുറച്ചൊരു മുടി വലുതാണ പോലൊക്കെ തോന്നും, പക്ഷെ അതൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിലും എന്തൊക്കെയാണ് കെമിക്കൽ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് തേക്കും ചെയ്യാം. പിന്നെ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് നമുക്ക് മുടി വളരാൻ ഏറെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഉറക്കം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും, ഓൽക്കൊക്കെ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഇത് ഉണ്ടാക്കിയിട്ട് പാക്ക് റെഡിയാക്കിയിട്ട് തലയിൽ, ഇതിപ്പോൾ ഇങ്ങനെ തേക്കേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. തേക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ചിലവർ നല്ല എള്ളെണ്ണ ആയിരിക്കും തലയിലിടുക, ചിലവർ നല്ല നീരറുത്ത എണ്ണ ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ ചില ആളുകൾ സാധാരണ വെളിച്ചെണ്ണ ഇട്ടൊക്കെ ആയിരിക്കും കുളിക്കുക. ഇനിയിപ്പോൾ എന്ത് തന്നെയാണോ നിങ്ങളിട്ട് കുളിക്കണമെന്നുണ്ടെങ്കിലും അത് നല്ലോണം തലയോട്ടിൽ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് കേട്ടോ ഇത് നമ്മൾ തലയിൽ തേക്കേണ്ടത്. അപ്പോൾ തലയിൽ തേക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ മുടിൻ്റെ ജടൊക്കെ ഒന്ന് കളയണം. നല്ല ജടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലോണം വാർന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുടി ഇങ്ങനെ വിടർത്തിയിട്ട് അതിൻ്റെ ആ ഒരു തലയോട്ടിക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം വിരലിൻ്റെ തുഞ്ചം വെച്ചിട്ട് മസാജ് ചെയ്യട്ടോ. നമ്മളിനിപ്പോൾ ഇതൊന്നും തേക്കണില്ലെങ്കിലും മസാജ് ചെയ്താൽ തന്നെ, അതായത് നമ്മൾ സാധാരണ ഏത് വെളിച്ചെണ്ണ ആയാലും എണ്ണ ആയാലും ഒക്കെ ഇട്ട് കുളിക്കണീന് മുമ്പ് നമ്മൾ എന്തായാലും കുറച്ച് തിരക്കുള്ള ആളുകളാണ് ഇപ്പോൾ എല്ലാവരും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, കുളിക്കണീൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ സമയത്ത് കുറച്ച് മുർത്താവിൽ ലേശം വെളിച്ചെണ്ണ എണ്ണയൊക്കെ ഇട്ടിട്ട് ഒറ്റ ഓട്ടമായിരിക്കും അല്ലേ കുളിമുറിയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും നല്ല സ്കാൽപ്പിലൊക്കെ നല്ലോണം ഒന്ന് മസാജ് ചെയ്യണം. ഇനിയിപ്പോൾ എന്തും തേക്കാനില്ല, സാധാരണ വെളിച്ചെണ്ണയും എണ്ണയും തന്നെ ഉള്ളെങ്കിലും അതൊരു 10 മിനിറ്റ് മസാജ് ചെയ്താൽ തന്നെ ഉള്ള മുടി അവിടെ ഉണ്ടാവും. ഒരു തുള്ളി കൊഴിച്ചിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം നമ്മൾ ആ ഒരു മസാജ് ഉണ്ടല്ലോ, സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തലയോട്ടിക്ക് നല്ലൊരു ഇത് കിട്ടും. അപ്പം തന്നെ നമ്മളെ മുടി വളരാൻ നല്ല സഹായമാവും നമ്മളാ ഒരു മസാജ്, നമ്മളാ ഒരു സ്പർശനം തന്നെ തലയോട്ടിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പാക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കുളിക്കാനും ഒക്കെ നിൽക്കുക. അപ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് നമ്മളെ മുടി നല്ല മുട്ടോളം മുടിയൊക്കെ നേർന്ന് വളർന്ന് നല്ല ഉള്ളും കറുപ്പും ഒക്കെ ഉണ്ടാവും ചെയ്യും. പിന്നെ മുടിയില്ല എന്നുള്ള ടെൻഷനേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് 1 ദിവസം 2 ദിവസം തേച്ചിട്ട് നിങ്ങൾ നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് പാക്കുകളൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്ത് നോക്കട്ടെ. ഒരു പാക്ക് തന്നെ എന്നും ചെയ്യണമെന്നില്ല നമുക്ക്. കാരണം എപ്പോഴും നമുക്ക് എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. ചെമ്പരത്തിപ്പൂ ചില കാലങ്ങളുണ്ടാവും, ചില കാലങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏതാണോ നമ്മളടുത്ത് കിട്ടണത് അതൊക്കെ നമ്മൾ യൂസാക്കുക. അപ്പോൾ എന്തായാലും ഡെയിലി നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു പാക്ക് റെഡിയാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യണത് നമ്മളെ മുടി ഒരിക്കലും പിന്നെ കൊഴിഞ്ഞു പോകില്ല. മുമ്പത്തെ വയസ്സായ ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ മുടി ഉണ്ടാവില്ലേ,
എന്താ ഓരൊക്കെ ഈ സോപ്പ് വലിയ വീര്യം കൂടിയ സോപ്പും ഷാമ്പു ഒന്നും തേക്കാതെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് തലയിലൊക്കെ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓർക്ക് നല്ല ദീർഘായുസ്സും ഉണ്ട്, അതുപോലെ തന്നെ നല്ല മുടിയുണ്ട്, കറുപ്പുണ്ട്, ഒക്കെ ഉണ്ട്. വലിയൊരു ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 25-30 വയസ്സാകുമ്പോഴേക്കും നിരക്കുകയാണ്. അപ്പം പണ്ടുള്ളവർക്ക് അങ്ങനൊന്നും വേഗം നിരക്കൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കാതെ ഉണ്ടാക്കി തലയിലൊക്കെ അപ്ലൈ ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടിപ്സും ഫുഡും ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും.